നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം കേരള സർക്കാരിനെ കാര്യമായി ബാധിക്കുന്ന ഒരു കരിനിഴലാകും. കെ.വി. തോമസിന്റെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്നും 11.31 ലക്ഷമാക്കി ഉയർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ കണ്ണീര് കാണാൻ സമയമില്ല. ഈ സാഹചര്യത്തിൽ സി ദിവാകരന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി അവരോട് പ്രത്യേകം താല്പര്യം കാണിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാൽ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ സമരം തീരുമെന്നും ദിവാകരൻ പറയുന്നു. അപ്പോൾ സർക്കാർ പാവങ്ങളെ അവഗണിക്കുകയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് സി ദിവാകരൻ. അതേസമയം ഡൽഹിയിൽ BJPക്കും CPMനും ഇടയിൽ പാലം പണിയുന്ന പ്രൊഫസർ കെ.വി. തോമസിന്റെ യാത്രാബത്ത 5 ലക്ഷം രൂപയിൽ നിന്നും 11 ലക്ഷമായി ഉയർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ 7000 രൂപയുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞത് ക്രൂരമായി പോയി. കെ.വി. തോമസ് ചോദിച്ച അത്രയൊന്നും ആശാ വർക്കർമാർ ചോദിച്ചിട്ടില്ല. എന്തിന്റെ ശമ്പളമാണ് കെ.വി. തോമസിന് കൊടുക്കുന്നതെന്ന് സർക്കാർ പറയണം. ഓഫീസിലിരുന്ന് ഒപ്പിട്ട് പൈസ വാങ്ങുന്നവരല്ല ആശാ വർക്കർമാർ. പാവപ്പെട്ടവർക്ക് സേവനം നൽകുന്നവരാണ്. മറ്റെല്ലാ മേഖലയിലും ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ ആശാ വർക്കർമാർക്ക് മാത്രം പരിഗണനയുമില്ല. നിങ്ങളുടെ ന്യായമായ ആവശ്യം നേടിയെടുക്കും വരെയും കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പമുണ്ടാകുമെന്നും കെ. സുധാകരൻ പറയുന്നു. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാനില്ല. സർക്കാർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നു. അതിനെതിരെ പോരാട്ടം മനക്കരുത്തോടെ കൊണ്ടുപോകണമെന്നാണ്. കോൺഗ്രസിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന ഉറപ്പാണ് സുധാകരൻ നൽകുന്നത്. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ സകലതനും വില കൂടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമൊരുക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് നൽകുന്നത് 7000 രൂപ മാത്രമാണ്. അതായത് ദിവസവേതനം 233 രൂപ മാത്രം. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്ക് പോലും ദിവസക്കൂലി 1000 രൂപ കൊടുക്കണം. സങ്കടം പറയാൻ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലെത്തിയ ആശാ വർക്കർമാരെ ആട്ടിയോടിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പുലർച്ചെ 4 മണിക്ക് കാണാൻ ചെന്നപ്പോൾ പോലും അവരെ കേൾക്കാൻ തയ്യാറായ ഒരു സർക്കാർ ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി മറക്കരുതെന്നും കെ. സുധാകരൻ ഓർമ്മിപ്പിക്കുന്നു. ആശാ വർക്കർമാർക്ക് കേന്ദ്രവിഹിതം കിട്ടുന്നില്ല എന്നും മോദി സർക്കാരും പിണറായി സർക്കാരും ഒറ്റക്കെട്ടായി ആശാ വർക്കർമാരെ കൈവിട്ടുവെന്നും സമ്പന്നരുടെ ആവശ്യമാണെങ്കിൽ അവർ ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി പോരാടിയെന്നും സുധാകരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.